എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സംഗീതത്തിന് 42-ാം വാക്യം വാക്യം പ്രതി വാക്യം വായിക്കാം. അവസാനത്തെ വാക്യം എല്ലാവർക്കും ചേർന്ന് വായിക്കാം. 42-ാം സങ്കീർത്തനം. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങൾ തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. ചേർന്ന് എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു. ഞാൻ ദൈവസ്വരം സുകൃഷ്ണ പിതാവേ, ദൈവജന അടിയിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന യേശുപിച്ച ദൈവമേ, ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുവാനും ദൈവം അടിയെ നന്നായി പറഞ്ഞു കൊടുക്കാനുള്ള ബലമൊക്കെ അടിയും ദൈവം നൽകുന്ന സഹായിക്കണം. യേശുപിച്ച ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്വയം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ശ്രമിച്ചാം തന്നെ. ആമേൻ. എല്ലാവർക്കും പരിചയമുള്ളൊരു സങ്കീർത്തനമാണ്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയിൽ കൂടുതലായി ഇതിലൊരു വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കടന്നു വരാനിടയായി തീർന്നു. അതിൽ നമുക്ക് ആദ്യത്തെ 1ഉം 2ഉം വാക്യം വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. ഈ 42-ാം സങ്കീർത്തനം ഇത് 1ഉം 2ഉം എന്ന ഒരു വർണ്ണവാക്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ സങ്കീർത്തനക്കാരൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ദാഹം എന്ന് പറയുന്നത് എന്തുവാ? ദൈവത്തിന്റെ അടുക്കിലേക്ക് ചേരണം, അല്ലെങ്കിൽ ദൈവത്തിനോട് ചേർന്ന് ജീവിക്കണം, അല്ലെങ്കിൽ ദൈവത്തിനോട് പറ്റിയിരിക്കണം എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കാംക്ഷിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ദാഹിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ 1ഉം 2ഉം വർണ്ണവാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ചു നോക്കാൻ, നമ്മൾ ഈ ലോകത്തിലോട്ട് നോക്കുമ്പോൾ, മാനുഷികമായി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല ദാഹങ്ങളും നമ്മൾ കാണാൻ സാധിക്കും. പല രീതിയിൽ ലോകപരമായ പല കാര്യങ്ങളിലും നമ്മൾ ദാഹിക്കുന്നുണ്ടെങ്കിലും അതിലുപരി സങ്കീർത്തനകാരൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദാഹം എങ്ങോട്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു മാനിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുന്നത് കാണാൻ സാധിക്കും. ഞാൻ അത് ബൈബിൾ സ്റ്റഡി നോക്കിയപ്പോൾ ഒന്ന് ഈ മാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി വെള്ളം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആൾ ഓടി ക്ഷീണിതനാകുമ്പോൾ വരൾച്ച കൊണ്ട് എന്താ പറയുക, ബുദ്ധിമുട്ട് കൊണ്ട് ആൾ വെള്ളം അന്വേഷിക്കുന്നു, ഈ മാൻ അന്വേഷിക്കുന്നു. അതുപോലെ എന്താ പറയുക, നമ്മൾ ആ ഒരു അവസ്ഥയുടെ കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിന്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ നിമിഷവും എന്താ പറയുക, നമ്മൾ ദാഹിക്കുന്നവരായി, അതായത് ജീവനുള്ള ദൈവത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നവരായിരിക്കണം എന്നാണ് സങ്കീർത്തന 1, 2ഉം വാക്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യം ഈ മെസ്സേജ് ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് പണ്ട് എനിക്ക് തോന്നുന്നു 10-16 വർഷം മുന്നേ ഉള്ള ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ ഷിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ചേച്ചി, ഞാൻ, അനിയൻ, ചേച്ചിയുടെ മോള് 2 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീടിനടുത്ത് പുതിയ വീട്ടിലോട്ട് മാറുന്നുണ്ട്. നമ്മൾ കൈക്ക് ഒതുങ്ങുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് നന്നായി ദാഹിച്ചു. അങ്ങേയറ്റം ദാഹിച്ച് ഞാൻ അങ്ങ് ഇരിക്കുമ്പോൾ ഇവരെല്ലാവരും ഒരു കുപ്പിന്ന് വെള്ളം കുടിച്ച് ലാസ്റ്റ് ചേച്ചിയുടെ മോളുടെ കയ്യിൽ വെള്ളം എത്തി. അവൾ എന്ത് ചെയ്ത്, അവൾ കുടിച്ച് ബാക്കി എനിക്ക് തരാണ്ട് ആ വെള്ളം ഒഴിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൾ ഒഴിച്ചു കളഞ്ഞതിൻ്റെ കുറ്റമല്ല പറയുന്നത്, പക്ഷേ ആ സമയത്ത് എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ എന്നോട് പറ്റില്ലായിരുന്നു. ഞാൻ എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു കുപ്പി വെള്ളം കിട്ടാണ്ട് ഞാൻ അടുത്ത പണി ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഫൈനലി അവരെനിക്ക് വെള്ളം മേടിച്ചു തന്നു. പക്ഷെ ഞാൻ പറയുന്നത്, മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ദാഹം നമ്മളിൽ അലട്ടുന്ന വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി ഒരു കുപ്പി വെള്ളം അത്യാവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ മാനുഷികമായും അല്ലാതെ നമ്മൾ ദൈവികമായി നോക്കുമ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, ലോകപരമായ ഒരു വെള്ളം കുടിക്കാൻ നമ്മൾ ഇത്രയും ആഗ്രഹിച്ചെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിതം
തളരാതെ ഓടണമെങ്കിൽ നമ്മൾ ജീവജലം അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ജീവജലം അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇടയായി തീരണം. ഓക്കെ, ഇനി 42-ാം സങ്കീർത്തനത്തില് 3, 9, 10 വാക്യം വായിക്കാവോ? നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. 9-ാമത്തെ വാക്യം. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുമായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. ഈ 3 വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സങ്കീർത്തനക്കാരൻ കടന്നു പോകുന്ന വഴികളിൽ സങ്കീർത്തനക്കാരന് അനുഭവപ്പെട്ട അല്ലെങ്കിൽ സങ്കീർത്തനക്കാരന് ചുറ്റും വരുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് നമ്മൾ ഈ വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇയ്യോബ് 19-1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കാവോ? അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം എന്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തളർക്കുകയും ചെയ്യും. ഓക്കെ, 3 വരെ വായിച്ചായിരുന്നു. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിപ്പാൽ നിങ്ങൾക്ക് ലജ്ജയില്ല. ഓക്കെ, ഈ വാക്യത്തിലും കാണാൻ സാധിക്കും, എന്താ പറയുക, ഇയ്യോബിന്റെ കൂട്ടുകാർ വന്നിട്ട് തന്നെ വ്യസനിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതിലൊന്നും താൻ തോറ്റുപോയി അല്ലെങ്കിൽ താൻ അതിൽ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയില്ല നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പല വഴികളിലും ചിലപ്പോൾ നമ്മളെ ശത്രു നമ്മളെ നിരുത്സാഹപ്പെടുത്താം, നമ്മളെ തളർത്താൻ ശ്രമിക്കാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ സങ്കീർത്തനകാരൻ നമുക്കൊരു ഉത്തരം തരുന്ന കാര്യമാണ്. നമ്മൾ 5-ാമത്തെ വാക്യം വായിക്കാവോ? ആ വാക്യത്തിലൂടെ നമുക്ക് സങ്കീർത്തനകാരൻ നമുക്ക് ഉത്തരം തരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ നിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ വിഷയം എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയപ്പോ സങ്കീർത്തനകാരൻ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല ശ്രമിച്ചത്. താൻ ആ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ താൻ തന്നോട് തന്നെ ചോദിക്കാനിട, എന്തിനു ഞാൻ വിഷാദിക്കണം? കാരണം എന്തിനു വിഷാദിക്കണം ആള് അങ്ങനെ ചോദിക്കാൻ കാരണം ആളുടെ കൂടെയുള്ള ആരാണെന്ന് ആൾക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആള് ചോദിച്ചത്. ആൾ എന്ത് ചെയ്ത് ആൾ തന്നോട് തന്നെ ചോദിച്ചു, എന്റെ ആത്മാവ് നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത്? അപ്പോ അങ്ങനെ ചോദിച്ചപ്പോ ആളുടെ ഹൃദയത്തിൽ തന്നെ ദൈവരുത്തരം കൊടുത്തു. എന്താണ്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ഒക്കെ പ്രതിസന്ധികളൊക്കെ മുന്നോട്ട് വരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. 1 ശമൂവേൽ 30:6 ഒന്ന് വായിക്കാവോ? ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെയും ഹൃദയം താന്തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുക കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇവിടെ കാണാൻ സാധിക്കും, ദാവീദിനെ പലരും കല്ലെറിയാൻ ശ്രമിച്ചു, അവരെ ആഗ്രഹിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാവീദ് കടന്നുപോയ വഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ നിന്ദകളിലും ഒന്നും ദാവീദ് എന്ത് ചെയ്തില്ല? ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയം ഉറച്ചു മുന്നോട്ട് വെച്ചതായിട്ട് കാണാൻ സാധിക്കും. പല പല കാര്യങ്ങൾ നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ദാനിയേലും കൂട്ടരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്ത് അവരുടെ ആ ഒരു വിശ്വാസത്തിൽ അവർ ഉറച്ചിരുന്നു. അവരുടെ മുന്നിൽ ഒത്തിരി പ്രതിസന്ധി വന്നായിരുന്നു. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്തു? അവരെന്നെ അകന്നു പോയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ പ്രത്യാശ വെച്ചതുകൊണ്ട് തന്നെ അവർ ആ കടന്നുപോയ വഴികളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. ഈ മെസ്സേജ് എഴുതുമ്പോൾ എനിക്കൊരു 4 വരി പാട്ട് എനിക്ക് ഓർമ്മ വന്നത്, അത് ഞാൻ ഈ സമയത്ത് പാടുവാണ്. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകില്ല, പെരുവള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ? ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ വൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ പാട്ടിൽ പറയുന്ന പോലെ നമ്മൾ തീയിൽ കൂടെ നടന്നു പോവാം, നമ്മുടെ മുന്നിൽ പെരുവെള്ളങ്ങളൊക്കെ കടന്നു വരാം. പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നല്ല നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കും. പിന്നെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാവോ? നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. ഈ വാക്യത്തില് സങ്കീർത്തനക്കാരൻ പറയുന്ന ദൈവം ആളെ ചില വഴിയിലൂടെ നടത്തുന്നു. അപ്പൊ അത് ആൾക്കൊരു ചില ഭാരമായ പ്രയാസമായി തോന്നുന്നു. അപ്പോ
ആള് അതിലൂടെ ആ ഒരു വിഷാദമാണ് ആള് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇയ്യോബിന്റെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ ഇയ്യോബ് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി താൻ. പക്ഷെ ഇയ്യോബിന്റെ ഒരു പ്രത്യാശ നമുക്ക് കാണാൻ സാധിക്കും. ആ വാക്യം കൂടെ വായിച്ചിട്ട് ബാക്കി പറയാം. ഇയ്യോബ് 14:7, 8, 9 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ്. അതും കൂടെ വായിക്കാവോ? ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിന്റെ വേർ നിലത്ത് പഴുകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. ഈ വാക്യത്തില് ഇയ്യോബ് താൻ കടന്നുപോയ വഴികളെല്ലാം നമ്മൾ ആ ഇയ്യോബിന്റെ പുസ്തകം മൊത്തം വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ താൻ വിറച്ചിരിക്കുന്ന, താൻ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവം ആരാന്നുള്ളതും അതുകൊണ്ട് അതിലൊരു എന്താ പറയാ, ആ വൃക്ഷത്തിനൊരു തളിർപ്പ് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് തനിക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ആ വാക്യത്തിലൂടെ കാണാൻ സാധിക്കും. യെശയ്യാവ് 51:10 വായിക്കാവോ? സമുദ്രത്തെ വലിയ ആഴത്തിലെ വെള്ളങ്ങളെ തന്നെ വീണ്ടെടുക്കപ്പെട്ടവർ കടന്നുപോകുന്നതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലേ. ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമുദ്രത്തിന്റെ ആഴത്തിൽ വഴിയൊരുക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ മുന്നിൽ തിരമാലകളും ഒക്കെ അലനടിച്ചാലും നമുക്കൊരു ബോധ്യം വേണം, നമ്മളെ നടത്തുന്ന ദൈവം സമുദ്രത്തിലൊരു വഴിയൊരുക്കിയൊരു ദൈവമാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മറ്റിൽ ആശ്രയം വെക്കാതെ അല്ലെങ്കിൽ മറ്റിൽ പ്രത്യാശ വെക്കാതെ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാൻ ഇടയായിത്തരും. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പറയുന്നല്ലോ, ഈ ഒരു പൊന്ന് നന്നായി ഊതിക്കഴിച്ചാൽ മാത്രമേ ഒരു വിലയേറിയ ഒരു വസ്തുവായിട്ട് മാറത്തുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കണം, അത് ദൈവം നമുക്ക് ദോഷമായിട്ട് ചെയ്യുന്നതല്ല, നമ്മളൊരു നല്ലൊരു വിലയേറിയ ഒരു പൊന്നായി പുറത്തു വരാൻ വേണ്ടിയാണ് ദൈവം നമ്മളിൽ നിന്ന് ഈ ശോധനയുടെ കടത്തിവിടുന്ന ഒരു ചിന്ത നമ്മളിൽ ഇടയായി തീരണം. വീണ്ടും നമ്മൾ 11-ാമത്തെ വാക്യം വായിക്കാവോ? എന്റെ ആത്മാവിനെ നീ വിഷാദം ചുള്ളിൽ നിരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഈ സങ്കീർത്തനത്തിലെ 5, 11 അതുപോലെ 41 സങ്കീർത്തനത്തിലെ 5-ാം വാക്യം, ഇതെല്ലാം സെയിം വാക്യങ്ങളാണ്. ഇതിലൂടെ ഈ സങ്കീർത്തനത്തിൽ തന്നെ ഇത് 2 തവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ദൈവം ഒന്നും കൂടെ ബലപ്പെടുത്തുകയാണ്. നമ്മൾ പ്രതിസന്ധികളൊക്കെ നമ്മൾ വരുന്നുണ്ടെങ്കിലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അത് മാത്രമല്ല, ഈ സങ്കീർത്തനത്തിന്റെ ലാസ്റ്റ് എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുക. അതായത് നമ്മൾ പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമുക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടുന്നത് എന്ത് ചെയ്യും, ചെയ്തു തരാനിടയായി തീരും. ദൈവത്തിൽ പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതങ്ങളിൽ ദൈവം തക്കതായ മറുപടി തരാനും ദൈവത്തിലെ നമുക്ക് എന്താ പറയുക ശക്തിപ്പെടുത്തുവാനും ദൈവത്തോടുള്ള ദാഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഒരു പുതിയ ഉണർവും പുതിയ ശക്തി തരുവാനൊക്കെ ദൈവം ഇടയായി തീരും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കുന്നതാണ്.